ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമുക്കെല്ലാവർക്കും അറിയാം നെഗറ്റീവ് സെൻറ്റിമെൻ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഓൾമോസ്റ്റ് ഒരു 300 പോയിൻറ്റ്സ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് കാണിക്കുകയുണ്ടായി. ആൻഡ് ഇപ്പോൾ ഒരു റിക്കവറി കാണിക്കുന്നുണ്ട്. 24,200 ടച്ച് ചെയ്താണ് ഇപ്പോൾ ഒരു റിവേഴ്സൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഡേ ക്യാൻഡിലാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഷോർട്ട് ടൈം ഫ്രെയിമിൽ ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കണ്ടീഷൻ എന്നുള്ളത്. 1 ഹവറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടൊരു ക്യാൻഡിൽ ഫോർമേഷൻ കാണാനായിട്ട് സാധിക്കും. 24,200 റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് റിക്കവറിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി 24,700 എബോവ് ഒരു ക്ലോസിംഗ് വരുവാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ഫർദർ ബുള്ളിഷ് മൂവ്മെൻറ്റ്. 3 മിനിറ്റ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. 3 മിനിറ്റ്സിലും നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള റിവേഴ്സൽ പാറ്റേൺ ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഡേ ക്യാൻഡിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ഡേ ക്യാൻഡിലിൽ റിക്കവറി കാണിക്കുന്നുണ്ട്. എങ്ങനെ ക്ലോസിംഗ് എങ്ങനെ വരും എന്നുള്ളത് കണ്ടു നോക്കാം. ഇത് നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. നിഫ്റ്റി 50യുടെ ചാർട്ടിൽ നമുക്ക് ഒബ്സർവ് ചെയ്താലായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കാണാനായിട്ട് സാധിക്കും. ആർക്കെങ്കിലും ആ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയോ എന്നൊന്ന് നോക്കണം. നമുക്കൊന്ന് വരച്ചു നോക്കാം ഏതാണതെന്ന്. ഇവിടെ ഒന്ന് നോക്കിയാൽ ഇത് നോക്കിക്കോളൂ. നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷമാണ് ഈ ഡൗൺവേർഡ് മൊമെൻറ്റം ഉണ്ടായിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മറ്റൊരു പാറ്റേൺ ഫോർമേഷനായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് ആക്ച്വലി ഇവിടെ വരെയുള്ളൂ കേട്ടോ. ആ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ആക്ച്വലി അത് ഇവിടുന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് പ്രൊവൈഡ് ചെയ്ത് അപ്വേർഡ് മൊമെൻറ്റത്തിൽ പോവേണ്ടതായിരുന്നു. ബട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് 24,750 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്തു. അവിടെ നിന്ന് അത് ഫെയിൽ ചെയ്തു. വീണ്ടും ഈ ഒരു പോയിന്റിൽ വന്ന് ഹൊറിസോണ്ടൽ സപ്പോർട്ട് എടുത്തിരിക്കുകയാണ്. ഹൊറിസോണ്ടൽ സപ്പോർട്ട് എടുത്ത് ഇനി ഇത് ഇവിടുന്ന് അപ്വേർഡ് മൊമെൻറ്റം തരുമോ? ഈ 24,750 ഇതിന് ക്രോസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. എനിവേ ഇതൊരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ആയിട്ട് എനിക്ക് തോന്നി. ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്ത് ഡൗൺ സൈഡിലേക്ക് മൂവ്മെൻറ്റ് വന്നു. ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായത് ഓൾമോസ്റ്റ് ഈ ഒരു ഷോൾഡർ ലെവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. ഈ ഷോൾഡറിൻ്റെ ഡെപ്തിലാണ് ഡൗൺ സൈഡ് മൂവ് ഉണ്ടായത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എത്ര % ഡൗൺ സൈഡ് മൂവ് ചെയ്തതെന്നുള്ളത്. ആക്ച്വലി ഈ ഹെഡിൻ്റെ ഹൈറ്റാണ് ടാർഗറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ഹെഡിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 6%, 6 to 6.5% കൺസിഡർ ചെയ്യേണ്ടി വരും ഹെഡിൻ്റെ ഡെപ്ത്. എത്ര % ഡൗൺ സൈഡ് ഫോൾ ഉണ്ടായി എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ പോയിന്റിൽ ഷോൾഡർ പാറ്റേണിൽ ബ്രേക്ക് വന്ന് ഓൾമോസ്റ്റ് ഒരു നമുക്ക് ആ ടാർഗറ്റ് ഏകദേശം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 5.8%, ഓൾമോസ്റ്റ് 6% ഡൗൺ സൈഡ് മൂവ് തന്നെ തരികയുണ്ടായി. അതിനുശേഷമാണ് അപ്വേർഡ് മൊമെൻറ്റത്തിന് ട്രൈ ചെയ്തു. ബട്ട് ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസിൽ ബീറ്റ് ചെയ്ത് വീണ്ടും താഴേക്ക് വന്നു. ആൻഡ് എഗെയിൻ ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് വീണ്ടും ആ റെസിസ്റ്റൻസ് പോയിൻറ്റിനെ റീടെസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഇവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. ബൈ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് അറിയാൻ പറ്റും ഇതെവിടെ ക്ലോസിങ് വരുന്നു എന്നതിനനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈം ഫ്രെയിമിലുള്ള ഒരു ഇതാണ്. അതായത് നമുക്ക് ഓൾ ടൈം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾ ടൈമിലിട്ട് ചാർട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ തവണയും വന്നിരിക്കുന്ന കറക്ഷൻ എന്ന് പറയുന്നത് എത്ര % ആണ് എന്നുള്ളതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഫോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 13% കറക്ഷനാണ് ഇവിടെ ഉണ്ടായത്.
അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ റിക്കവറിക്ക് ഓൾമോസ്റ്റ് ഒരു 5 to 6% അപ്വേർഡ് റിക്കവറി ചെയ്തു. അതിനുശേഷമാണ് ഇപ്പം എഗെയിൻ ഒരു കറക്ഷൻ വരണോ അല്ലെങ്കിൽ ഒന്ന് റിടെസ്റ്റ് ചെയ്യണോ എന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ഒരു സൈഡ് വേസ് മൊമെൻറ്റമാണ് നമുക്ക് മാർക്കറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബുള്ളിഷ് ഇതിൽ നിന്ന് മാറി ഒരു ചെറിയ സൈഡ് വേസ് എടുത്തു. ഇന്നൊരു ചെറിയ ഒരു 200-300 പോയിൻറ്റ്സ് ഫോൾ ചെയ്തു ആൻഡ് ഇപ്പോൾ റിക്കവറിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഇന്ത്യ വിക്സും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ത്യ വിക്സും കൂടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും വോളറ്റിലിറ്റി എങ്ങനെയാണെന്നുള്ളത്. ഇന്ത്യ വിക്സ് ഇന്ന് മോർണിംഗ് ടൈമിൽ നമുക്ക് ഒബ്സർവ് ചെയ്ത ഓൾമോസ്റ്റ് ഒരു 9%-ൻ്റെ ഹൈ ഒക്കെ കാണിച്ചായിരുന്നു. ഓൾമോസ്റ്റ് 15 അടുത്ത് വരെ ചെന്നു. 15 വിക്സ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി വോളറ്റിലിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. 15-ൽ നിന്നൊക്കെ താഴ്ന്ന് ഇപ്പോൾ ഒരു 13.9-ലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിഫറൻസ് ഈ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. ഓൾമോസ്റ്റ് 300 പോയിൻറ്റ് നെഗറ്റീവായ മാർക്കറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 115 റേഞ്ചിലേക്ക് താഴ്ന്നിട്ടുണ്ട്. ഇന്ത്യ വിക്സും നിഫ്റ്റി 50-യുടെ ഇതും വാല്യൂസും ഇൻവേഴ്സ്ലി റിലേഷണലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യ വിക്സ് കയറും തോറും നിഫ്റ്റി 50 വീണ്ടും ഡൗൺ സൈഡ് മൊമെൻറ്റത്തിലേക്ക് തിരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതൊരു റിക്കവറി സ്റ്റേജിൽ നിൽക്കുകയാണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഇന്ന് ക്ലോസിങ് വരാൻ പോകുന്നത് എന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് ഫർദർ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാവുന്നതാണ്. ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ HCC 3.53% കയറിയിട്ടുണ്ട്. ബാക്കി സ്റ്റോക്സ് പൊതുവേ എല്ലാം നെഗറ്റീവിലായിരുന്നു. ഇനി മാർക്കറ്റ് റിക്കവർ ചെയ്യുകയാണെങ്കിൽ പലതും റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് ആസ് ഓഫ് നൗ മെജോറിറ്റി സ്റ്റോക്സും നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. ഇന്നത്തെ ക്ലോസിങ് എങ്ങനെ ഇരിക്കും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കി കാര്യങ്ങൾ. മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു പുൾ ബാക്ക് തരുന്നുണ്ട്. 55 പോയിൻറ്റിലേക്ക് 55-56 പോയിൻറ്റിലേക്ക് റിക്കവറി എന്നുള്ള മോഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് മാർക്കറ്റ്. ഈ പോയിന്റിനെ മാർക്കറ്റ് ബുള്ളിഷ് മൊമെൻറ്റത്തിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫർദർ മൂവ്മെൻറ്റ് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് തരാം. അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് ഇനിയിപ്പം ഒരു ട്രേഡിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള ഞാൻ പേഴ്സണലി എടുക്കുന്ന ട്രേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാം. ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നന്നായിരിക്കും. കമൻറ്റ് വഴിയൊക്കെ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമാവുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. നമുക്ക് നോക്കാം ഇന്നെങ്ങനെ മാർക്കറ്റ് ക്ലോസ് ചെയ്യും എന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് ഫർദർ അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.